നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അച്ഛൻ നിൽക്ക്, ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാം. ഞാൻ ശിവനെ കണ്ട് കാര്യങ്ങൾ പറയാനാണ് പോകുന്നതെന്ന് ഇവളറിഞ്ഞാൽ സമ്മതിക്കില്ല. ശിവന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിവാക്കിയേ പറ്റൂ. നിത്യമോളുടെ ജീവനും ജീവിതവും ആ പാവപ്പെട്ട അച്ഛൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവളെ ഇനിയും ദ്രോഹിക്കാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ നിന്റെ കാല് പിടിക്കണോ? ഞാൻ നിന്റെ കാല് പിടിക്കാടാ. ഞാൻ പിടിക്കാം. സുജാതെ എഴുന്നേക്ക്. അമ്മ സുജാതെ എന്തേ കാണിക്കുന്നത്? അമ്മ എഴുന്നേക്ക്. അമ്മ എഴുന്നേക്ക്. അമ്മ എന്തേ കാണിക്കുന്നത്? എഴുന്നേക്കമ്മ. സുജാതെ താൻ അമ്മ അമ്മ എന്തേ കാണിക്കുന്നമ്മ? എഴുന്നേക്ക്. ഇല്ല, കാൽക്കൽ കിടക്കുന്ന ഒരാളെ ചവിട്ടി അരച്ച് കൊല്ലാൻ എളുപ്പമാ. അമ്മ എഴുന്നേക്കമ്മ. എന്റെ മോൾക്ക് വേണ്ടി എന്റെ ജീവൻ പോകുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എന്നെ കൊന്നേക്കും മോനെ. സുജാതെ അമ്മ സുജാതെ താനൊന്ന് എഴുന്നേറ്റ്. എന്നമ്മ നീങ്ക എതുക്കമ്മ ഇവരുടെ കാലില്? ഇവൻ വലിയ ആളല്ലേ ശരവണ. ദൈവത്തെക്കാളും വലിയ ആളല്ലേ. അപ്പൊ കാലി വീട് യാചിക്കണ്ടേ? സുജാതെ സുജാതെ താൻ എഴുന്നേക്ക്. അമ്മ എഴുന്നേറ്റ്. വാ, താൻ എഴുന്നേക്ക്. എഴുന്നേക്ക് സുജാതെ, പ്ലീസ് എഴുന്നേക്ക് സുജാതെ. എന്താ ഇത്? എഴുന്നേൽക്ക അമ്മ. സുജാതെ എന്താണോ ഇത്? താൻ പറഞ്ഞു കേക്ക്. താൻ എഴുന്നേക്ക്. ഞാനല്ലേ പറയുന്നത്, എഴുന്നേക്ക്. ഒന്നും പറയരുത് കേട്ടോ. ഇവൻ അവളെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ തെറ്റാണെന്ന് ഒന്ന് പറഞ്ഞു. നീ ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഞാൻ നിന്റെ അമ്മോട് ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. നിനക്കിപ്പോ ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണെന്ന്. അന്ന് വരെ ഞാനാണ് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞിരുന്ന നിന്റെ അമ്മ ഒരു സംശയമില്ലാതെ നിന്റെ പേര് പറഞ്ഞു. മോനെ, എനിക്ക് ഒരു പരിഭവവും അതിൽ തോന്നില്ല. ഞാൻ അഭിമാനിക്കുക ചെയ്തത്. പിന്നീടുള്ള ഓരോരോ കത്തുകളിലും ഓരോ ഫോൺ വിളികളിലും ഇവളന്ന് എഴുതി കൂട്ടിയത് മുഴുവൻ, പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ നിന്നെ കുറിച്ചായിരുന്നു. അതിർത്തികളിലെ ബംഗറിലിരിക്കുമ്പോ മകനെ ഓർത്ത് അഭിമാനിക്കുന്ന ഒരു അമ്മയും അമ്മയ്ക്ക് സന്തോഷം മാത്രം കൊടുക്കുന്ന ഒരു മകനെയും കുറിച്ച് ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. പക്ഷേ എനിക്ക് തെറ്റുപറ്റിപ്പോയി. നീ ഇത്രയും വലിയൊരു ചതിയനാന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ലടാ. എടാ, അച്ഛനമ്മമാരെ ചതിക്കുന്നതിലും അപ്പുറം എന്ത് ദ്രോഹമാണ് ലോകത്തുള്ളത്. ഇങ്ങനെ പോയാ ഞാനും ഇവളും നെഞ്ചുപൊട്ടി ചത്തുപോകും. നിനക്കത് നിന്റെ ജയമായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ കാലം ഒരിക്കൽ കണക്ക് തിരിച്ചു ചോദിക്കും. സാർ, അമ്മാവെ കൂട്ടി പോങ്ക സാർ. എതുക്ക് സാർ എത് നേരം இந்த பேச்சு? இவரு திருந்த மாட்டேன். போங்க சார். വാ സുജാതെ, വാ. ஆமா. இந்த மாதிரி ஒரு அப்பாவா அம்மாவை கிடைக்கணும்ல. ரொம்ப புண்ணியம் செய்யணும் சார். உங்களுக்கு அது മനസ്സിലാവാതെ
ஒரு நாள் அவர் போகும். அப்ப நீங்க படிக்கும் சார். அப்போ உங்களோட மனசு வலிக்கும். ഓരോ വാക്കിലും ഓരോ നിമിഷത്തിലും അമ്മയ്ക്കും അച്ഛനും അവളോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടിരിക്കുക. എന്നോടുള്ള വെറുപ്പും അത് മാറണം. കാണുന്നവരെ മുഴുവൻ മയക്കുന്ന അവളുടെ സൗന്ദര്യം ഇന്നത്തോടെ ഇല്ലാതാവണം. അച്ഛൻ എവിടെ പോന്നു? വീട്ടിൽ പോയിട്ട് 1-2 കാര്യങ്ങളുണ്ട്. ബാങ്കിലും പോണം. അത് കഴിഞ്ഞിട്ട് വരാം. എന്നിട്ട് അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കില്ലല്ലോ. അച്ഛൻ തനിച്ചു പോണ്ട, ഞാൻ വരാം അച്ഛന്റെ കൂടെ. വേണ്ട, ചിലപ്പോ ഇന്നെനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. നാളെ വരാൻ പറ്റും. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛന്റെ കൂടെ അവിടെ വന്ന് അച്ഛനാക്കിയിട്ട് തിരിച്ചു വന്നോളാം. നാളെ അച്ഛന് തിരിച്ചു വരാറാവുമ്പോ ഇവിടുന്ന് വണ്ടി അയക്കാം. എന്തിനാ മോളെ നീ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടുന്നേ? നീ വരണ്ട, ഞാൻ തനിച്ചേ പോകുന്നുള്ളൂ. എനിക്ക് അച്ഛന്റെ കൂടെ വരാനുള്ള ഇഷ്ടം കൊണ്ടല്ലേ. അതെന്തിനാ അച്ഛൻ നിഷേധിക്കുന്നേ? നിഷേധിക്കുന്നല്ല, വെറുതെ ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ടാ. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അച്ഛൻ നിൽക്ക്, ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാം. ഞാൻ ശിവനെ കണ്ട് കാര്യങ്ങൾ പറയാനാണ് പോകുന്നതെന്ന് ഇവളറിഞ്ഞാൽ സമ്മതിക്കില്ല. ശിവന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇവിടെ ഒഴിവാക്കിയേ പറ്റൂ. ഹലോ, ഞാനെന്ന് പറഞ്ഞിരുന്ന സാധനം ഇപ്പം തന്നെ എനിക്ക് വേണം. നിങ്ങൾ എവിടെ ആയാലും എനിക്ക് കുഴപ്പമില്ല. ഒരു ടാക്സി പിടിച്ച് എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് എത്തണം. അതിൻ്റെ ചിലവ് എത്രയായാലും ഞാൻ കൊടുത്തോളാം. പിന്നെ ആസിഡ് സ്ട്രോങ് ആയിരിക്കണം. മുഖം പൊള്ളിക്കഴിഞ്ഞാൽ എന്ത് ചികിത്സ ചെയ്താലും പഴയ രൂപത്തിലാവാൻ പാടില്ല, കേട്ടല്ലോ? ഓക്കെ, എന്നെ വിളിച്ചാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.